എന്നാൽ ഈ കായായതിനു ശേഷം ഒരു 2 മാസം കൊണ്ട് നമ്മൾ പരാഗണം നടത്തിയ ഒരു പൂവ് ഒരു 2 മാസം കൊണ്ട് ഒരു 60 ദിവസം അല്ലെങ്കിൽ 70 ദിവസം കൊണ്ട് അത് പൂർണ്ണ വളർച്ചയെത്തിയ അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പാകത്തിലുള്ള ഒരു വിളഞ്ഞ പഴമായിട്ട് നമുക്ക് കിട്ടും. ഇതിനിടയ്ക്ക് 4 സ്റ്റേജുകളിലൂടെയാണ് ഈ പഴത്തിൻ്റെ വളർച്ച. ആദ്യത്തെ സ്റ്റേജിൽ പൂവ് വേർപെട്ട അന്ന് മുതൽ ഒരു 2-3 ആഴ്ചക്കാലം ഇത് ശരിക്കും നല്ല തത്തപ്പച്ച നിറത്തിൽ പാരറ്റ് ഗ്രീനിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. അവിടുന്ന് പതുക്കെ നമ്മുടെ നാരങ്ങയുടെ നിറമായ മഞ്ഞ നിറത്തിലേക്ക് മാറുന്നത് കാണാം. മഞ്ഞ നിറത്തിൽ നിന്നും 2 ആഴ്ചയ്ക്ക് ശേഷം അത് ഓറഞ്ചിൻ്റെ നിറത്തിലേക്ക് മാറുന്നത് കാണാം. ഓറഞ്ചിൽ നിന്നാണ് അവസാന സ്റ്റേജായ നല്ല തക്കാളിയുടെ നിറമായ റെഡിലേക്ക് എത്തുന്നത്. ആ റെഡ് ആയ കായ നമുക്ക് പാകമായി നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ പറിച്ചെടുക്കാവുന്ന അല്ലെങ്കിൽ അടർത്തിയെടുക്കാവുന്ന ഒരു അവസ്ഥയിലെത്തിയെന്ന് നമുക്ക് ആ റെഡ് നമുക്ക് തരുന്നൊരു സിഗ്നലാണ്. റെഡ് ആയിക്കഴിഞ്ഞും ഒരു 2 ആഴ്ചയോളം പന്തലിൽ നമുക്ക് പറിക്കാതെ തന്നെ അടർത്തിയെടുത്താതെ തന്നെ നമുക്ക് പന്തലിൽ നിൽക്കുന്ന കാഴ്ച കാണാം. അതിൻ്റെ ഞെട്ട് പഴുത്ത് കായിലേക്ക് ഇറങ്ങുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഈ പഴം നമ്മൾ അടർത്തുന്നത്. ഇത് വിപണി മൂല്യം 1200 രൂപയ്ക്ക് മുകളിൽ കിലോയ്ക്ക് വിലയുള്ളൊരു സാധനമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇപ്പം നിലവിൽ ലുലു പോലുള്ള ഹൈപ്പർ മാർക്കറ്റുകളിൽ ഗാഗ് അവൈലബിൾ ആണ് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതിൻ്റെ വിപണന സാധ്യത എന്ന് പറയുന്നത് സത്യത്തിൽ അത് കണ്ടിട്ടൊന്നുമല്ല നമ്മൾ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഇതിൻ്റെ ഒരു ദൃശ്യഭംഗി അല്ലെങ്കിൽ ഇതിൻ്റെ ഔഷധ മൂല്യമൊക്കെ കേട്ടുകൊണ്ടാണ് ഞാൻ ഗാഗ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. എന്നാൽ എനിക്കിന്ന് മനസ്സിലാകുന്നു ഇത് ശരിക്കും വിപണന സാധ്യതയുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ്. ആദ്യം കേരളാമുദിൽ വന്ന വാർത്ത തന്നെ അതിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത് കൊറോണ കാലത്ത് ഗാഗിലൂടെ ലക്ഷങ്ങൾ കൊയ്ത ജോജോ എന്നും പറഞ്ഞായിരുന്നു അതിൻ്റെ ഹെഡിങ് തന്നെ. അപ്പോൾ അത് എനിക്കിപ്പോൾ മനസ്സിലായി, ശരിക്കും വിപണന സാധ്യതയുള്ള അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണ്, ഒരു പഴം തന്നെയാണ് ഗാഗ്. അതിന് കാരണമായിട്ട് ഞാൻ പറയുന്നത് എന്നെക്കുറിച്ചുള്ള ഈ വാർത്ത ഇപ്പോൾ ഒരാഴ്ചയായി അല്ലെങ്കിൽ 2 ആഴ്ചക്കിടക്ക് പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനുശേഷം എനിക്ക് വരുന്ന ഫോൺ കോളുകൾ ഇതിൻ്റെ വിത്ത് ചോദിച്ചും പഴം ചോദിച്ചും അതിൻ്റെ തൈകൾ ചോദിച്ചും വരുന്ന കോളുകൾക്ക് എണ്ണം പറഞ്ഞാൽ തീരില്ല. അത്രയധികം കോളുകളാണ് എനിക്ക് വരുന്നത്. എല്ലാവർക്കും ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അല്ലെങ്കിൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ഉള്ള കേട്ടറിവ്, ഈ ഒരു പുതിയ പഴം തങ്ങളുടെ മുറ്റത്ത് കൂടെ വെച്ച് പിടിപ്പിച്ചെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ഒരുപാട് പേര് പങ്കുവെക്കുന്നുണ്ട്. തീർച്ചയായും ആരെയും ഞാൻ നിരാശപ്പെടുത്തുന്നില്ല. ഞാൻ അത് എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുവാൻ എന്നാലാകുന്ന തരത്തിൽ ഞാൻ അതിൻ്റെ വിത്തുകളും തൈകളും കൊടുക്കുവാൻ ഞാൻ തൽപരനാണ്, ഞാൻ വില്ലിങ്ങാണ്. ഇതൊരു മധുരമുള്ള പഴമെന്ന നിലയ്ക്കല്ല ഇതിനെ നമ്മൾ സമീപിക്കേണ്ടത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇത് ഒരു ഔഷധ സസ്യമാണ്, ഔഷധങ്ങളുടെ കലവറയാണെന്ന് പറഞ്ഞു. ഈ ഔഷധങ്ങളുടെ കലവറ, ഈ അത്ഭുത സസ്യം അങ്ങനെ പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ഇതിൻ്റെ ഇല മുതൽ സീഡ് വരെ നമുക്ക് ഉപയോഗപ്രദമാണ് എന്ന് പറയുമ്പോൾ ഇലയും പൂവും പച്ച നിറത്തിലുള്ള കായ്കളും നമ്മൾ പച്ചക്കറികളായിട്ട് ഉപയോഗിക്കാറുണ്ട്. പഴുത്ത പഴത്തിലെ പൾപ്പ് നമ്മൾ ജ്യൂസ്, ജാം എന്നിവ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ അതിൻ്റെ സീഡ്സ് വിവിധ സൗന്ദര്യവർദ്ധക വസ്തുക്കളായ സോപ്പ്, സോപ്പ് ഓയിൽ, ക്രീം അങ്ങനെയുള്ള കോസ്മെറ്റിക് ഐറ്റംസിനും ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു 11 വർഷം വരെ 10 വർഷത്തിന് മുകളിലാണ് ഈ ചെടിയുടെ ആയുസ് പറയുന്നത്. നമ്മുടെ മുന്തിരി പോലെ തന്നെ മൂപ്പെത്തുന്ന തണ്ടുകളിൽ നമ്മൾ മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് വീണ്ടും അതിൻ്റെ ബ്രാഞ്ചസ് വരികയും ആ പുതിയതായിട്ട് വരുന്ന ബ്രാഞ്ചസിലൊക്കെ വീണ്ടും പൂവും കായും ഉണ്ടാകുക എന്നുള്ളതാണ് ഗാഗിൻ്റെ സവിശേഷത.